ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 6 മണിയാണ്. അപ്പം ഞാൻ ഇതെന്തിനാണ് കെട്ടിയിരിക്കുന്നത് വെച്ചാൽ തൊപ്പിക്ക് പകരം ഇട്ടതാണ്. പുറത്ത് നല്ല മഞ്ഞ്, അട്ടപ്പാടിയും കൂടിയല്ലേ, പുലർച്ചെമ്പയ്ക്ക് നല്ല മഞ്ഞാണ്. അപ്പം ഞാൻ പോണത് ഇപ്പോൾ തിരുമ്പാനാണ്. ഇപ്പം തിരുമ്പിയിടട്ടെ. ഇപ്പോൾ ഒക്കെ എണീറ്റ് തിരുമ്പിയാൽ തിരുമ്പലൊക്കെ നടക്കുകയുള്ളൂ. അപ്പം തിരുമ്പാണ് തയ്യാറെടുപ്പിലാട്ടോ. ആ നീല ടാങ്ക് കണ്ടോ, അതിൻ്റെ അപ്പുറത്ത് ഒരു നീലപാത്രം കണ്ടോ, ഡ്രമ്മ് മുറിച്ചതിൻ്റെ കഷ്ണമാണ്. അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തിരുമ്പാനുള്ളതൊക്കെ. ഇപ്പോൾ നല്ല അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കാട്ടോ. അങ്ങോട്ട് നമ്മുടെ ചന്ദ്രൻ അതായത് മരത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കാണാം നമുക്ക്. രാത്രി നല്ല നിലാവല്ലേ ഇപ്പോൾ. ചന്ദ്രൻ അത് അവിടെ തണുത്തിട്ടാണെങ്കിൽ എണീക്കാനും തോന്നുന്നില്ല. മുണ്ടാതെ പോയി അവിടെ തന്നെ കിടക്കാൻ തോന്നുക. പക്ഷെ കിടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ തുണിയൊന്ന് തിരുമ്പിടട്ടെ. ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച തുണികളാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, കുറച്ച് മുക്കാൻ വെച്ചിട്ടുള്ളൂ. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ് തൊടുമ്പോൾ തന്നെ. അപ്പോൾ അതെൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാൻ പുറകിൽ ഇങ്ങനെ തോരിയിട്ടിട്ടുണ്ട്. വല്ലാണ്ട് കുറേയൊന്നും തിരുമ്പിയിട്ടില്ല. തിരുമ്പി കഴിഞ്ഞപ്പോൾ നേരം പരവരാന്ന് വെളുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി പല്ലൊന്നും തേച്ചിട്ടില്ല. ആ പണികളൊക്കെ ചെയ്തിട്ട് വരാം. നമുക്കാണെങ്കിൽ 2 ദിവസമായിട്ട് വെള്ളം വരവ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഇത് കുറച്ച് ഹൈറ്റിലുള്ള സ്ഥലം, അതുകൊണ്ട് ഇങ്ങോട്ട് വെള്ളം കയറാൻ കുറച്ച് പ്രയാസമാട്ടോ. വരുമ്പോൾ നല്ലോണം വരുകയും ചെയ്യും. അപ്പോൾ ഉള്ള വെള്ളമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് കുറച്ചേ തിരുമ്പാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി ഇനി ഒഴിവുള്ളപ്പോൾ പുഴയിലൊക്കെ പോയി തിരുമ്പിയിട്ട് വരാം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി പല്ലൊന്നും തേച്ചിട്ടില്ല. പല്ലേക്കാൻ പോട്ടെ. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഞാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളമാട്ടോ ആദ്യം തന്നെ എടുത്ത് കഴിക്കണ. തലേന്ന് ഞാൻ ഈ തുണി ഊരിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പാണ്. അട്ടപ്പാടി ആയതുകൊണ്ട് തന്നെ തണുപ്പ് കുറച്ച് കൂടുതലുമാണ്. അപ്പോൾ തുണിയൊന്നും അയച്ചിട്ടില്ല. തലേ തന്നെ ഇരിക്കട്ടെ. ഞാൻ വല്ല തുമ്മലും പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം ഇത് മഞ്ച് ആണ് കഴിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഈ ശീലങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഇപ്പോൾ 2 മഞ്ച് പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി ഒന്ന് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്ത് കഴിച്ചാ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നേ, തിളക്കിനേ ഉള്ളൂ. ഞാൻ ചോറും വെള്ളവും കൂടി അരിയും വെള്ളം കൂടി ഒരുമിച്ചാണ് വേവാനൊക്കെ വെക്കുക. അതുകൊണ്ട് എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ചോറ് കേടുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതവിടെ കിടന്ന് വേവുമ്പോഴേക്ക് വേണം കറിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യട്ടെ. സമയം ഇപ്പോൾ 6:45 സമയം 8 മണിയോട് അടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ചോറൊക്കെ വെന്തു. പരിപ്പും മാങ്ങയും മുരിങ്ങാക്കായും ഒക്കെ കൂടി ഇട്ടിട്ട് ഒരു കറി വെച്ചിട്ടുണ്ട്. പിന്നെ കറിയും കറി. ഇനി ഉണക്കമീൻ ഒന്ന് വറുത്തെടുക്കണം. പാന് ആ വറവിട്ട പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തണുപ്പ് കാരണം വെളിച്ചെണ്ണയൊക്കെ കട്ടിയായിട്ട് ഞാൻ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കിയെടുക്കാൻ നോക്കിയാണ്. അപ്പോൾ അതിന്ന് വീണതാണ് ആ കട്ട. മാന്തളാണ് കേട്ടോ വറുക്കാനിട്ടിരിക്കുന്നത്. 100 മാന്തൾ വാങ്ങിയാൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 2 നേരത്തേക്ക് കറക്റ്റായേ. വാഴ അത് നടാം. അവനാണെങ്കിൽ ഇതാ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ അവന് ഒരു വാഴയും പിന്നെ ഒരു ക്യാരറ്റിൻ്റെ തൈയൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 ദിവസം അത് അകത്ത് വെച്ചതായിരുന്നു. വാടാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ മുറ്റത്തേക്ക് എടുത്ത് വെച്ചിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ. നല്ല വെയിൽ വന്നു കേട്ടോ. രാവിലെ നമ്മൾ എണീറ്റപ്പോൾ നല്ല ഇരുട്ട് പോലെ ആയിരുന്നില്ലേ. അപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട് അല്ലേ അച്ഛാ? രാവിലെ തലേ കെട്ടിയത് ഞാൻ അയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ചൂടാവാൻ തുടങ്ങി തലയൊക്കെ. അപ്പം ഇനി നമ്മുടെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് ആകുമ്പോഴേക്കും ഒന്ന് മറിച്ചിട്ടിട്ട് അതാകുമ്പോഴേക്ക് വേഗം പോയി റെഡി ആയിട്ട് വരട്ടെ. അതായത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. അങ്ങനത്തെ ഞാൻ ഓഫീസിലേക്കുള്ള റെഡി ആവാനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞു. റെഡി ആയി തന്നെ വേണം പറയാനായിട്ട്. അതിന് ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പോൾ കൊണ്ടുപോകാനുള്ള ചോറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാഗും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ചോറ് പാത്രം, കറിപ്പാത്രം, മീൻ വറുത്തത് ആ പച്ചപാത്രത്തിലിട്ട് ആ ചെറുതിൽ, പിന്നെ വെള്ളക്കുപ്പി, കൊണ്ടുപോകാനുള്ള ബാഗ് എല്ലാം റെഡിയായി കഴിഞ്ഞു. എല്ലാം ബാഗിലാക്കേ വേണ്ടുള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ സ്റ്റെപ്പാട്ടാ മോൾക്ക് കയറുന്നത്. ഇതൊരു പഴയ വീടാണ്.
അതുകൊണ്ട് സ്റ്റെപ്പും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞു പറഞ്ഞാൽ അതാ കളറൊക്കെ മങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ കുറേ കാലമായിട്ടുണ്ടാവും പെയിൻ്റൊക്കെ അടിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സൗകര്യം മതിയെന്നും പറഞ്ഞിട്ട് സ്കൂൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് താമസിക്കുകയാണ് കേട്ടോ. നമ്മുടെ അച്ചൂട്ടിൻ്റെ സ്കൂൾ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ താമസിക്കുന്നത്. ആദ്യം അവൻ ജല്ലിപ്പാറ സ്കൂളിലായിരുന്നു. പക്ഷേ സ്കൂളൊക്കെ സൂപ്പറാണ്. നേരത്തെ കാലത്തെ സ്കൂളിൽ പോകേണ്ടി വരുന്നതുകൊണ്ട് അവന് ഉറക്കം മതിയാവാറില്ല. അപ്പോൾ പിന്നെ അവിടെ പോയി ഉറങ്ങലാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ തണുപ്പ് കാലമൊക്കെ വരുമ്പം വീട്ടിൽ നിന്ന് ഉറക്കം മതിയാവാതെ സ്കൂളിൽ പോയി കിടന്ന് ഉറങ്ങും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് കിട്ടിയപ്പോൾ ഞങ്ങോട്ട് മാറി പോകുന്നതാണ്. പുറത്ത് ഇച്ചിരി പണിയുണ്ട്. അതായത് കൈ കഴുകാനുള്ള വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ച് വെക്കണം. ഒരു ടാങ്കൊക്കെ കണ്ടില്ലേ, അതൊന്ന് എടുത്തിട്ട് ഇവിടെ ബക്കറ്റിൽ ഒഴിച്ച് വെക്കണം. പൈപ്പൊന്നുമില്ല. പൈപ്പുള്ളത് ആകെ വെള്ളം വരുന്ന ഒരു പൈപ്പ് മാത്രമേ ഉള്ളൂ. ഇത് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ടാങ്കിൽ വെള്ളം നിറച്ച് വെക്കലാണ്. അപ്പോൾ ആ ടാങ്ക് വെള്ളമായിട്ടുണ്ട്. വെള്ളം വന്ന് 2 ദിവസമായി. അതുകൊണ്ട് അപ്പോൾ ഇതൊന്ന് മുക്കും, അവിടെ കൈ കഴുകാൻ ബക്കറ്റിൽ ഒഴിച്ച് വെക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് ഓഫീസിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് ഞാനത് ഇറങ്ങിയിട്ടാ. അപ്പം ഇനി ബസ്സിലേക്കുള്ള യാത്രയാണ്. ഇതാണ് മിക്കവാറും ദിവസത്തെ എൻ്റെ ഓടിപ്പടിച്ചുള്ള യാത്ര. അതുകൊണ്ട് എല്ലാ വീഡിയോസും ഇങ്ങനെ എല്ലാ ഭാഗങ്ങളൊന്നും കവർ ചെയ്ത് വരാൻ എനിക്ക് പറ്റിയിട്ടില്ല. നേരം കിട്ടില്ല. അതിനൊക്കെ നിൽക്കുമ്പോഴേക്ക് എനിക്കിങ്ങോട്ട് വരാൻ നേരം വൈകും. അതുകൊണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നീളങ്ങോട്ട് നടന്ന ബസ് സ്റ്റോപ്പ് എത്തി. അപ്പോൾ ആ കാണുന്നതാണ് അച്ചൂട്ടിയുടെ സ്കൂള് എൻ്റെ പുറകിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കയറിപ്പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.